ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജാമ്പക്ക അച്ചാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ജാമ്പക്ക അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനിത് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല എളുപ്പമാണ്. ഞാനത് എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് കാണിക്കാം. ജാമ്പക്ക അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ബൗളിൽ ജാമ്പക്ക നല്ലതുപോലെ കഴുകി അതിനകത്തുള്ള കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് അതാണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ അറിയാം. ഞാൻ ഇതുപോലെ ചെറിയ ഇടത്തരം പീസിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. തരിതരിപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത്. നല്ലതുപോലെ പൊടിയേണ്ട ആവശ്യമില്ല, ഇതുപോലെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കായം, വെളിച്ചെണ്ണ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വറുക്കാൻ ആവശ്യമായ കറിവേപ്പിലയും വറ്റൽമുളകും കടുകും. നമുക്ക് പിന്നെ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്ത് വെച്ച് ഞാൻ ആദ്യം നമ്മുടെ ജാമ്പക്കയും 2 പച്ചമുളക് ഞാൻ 2 അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഉപ്പ് പൊടിയും കായവും 1 ടീസ്പൂണോളം കായവും കൂടെ ഇതിലോട്ട് മിക്സാക്കി നമ്മൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ വയ്ക്കാം. ഞാനിവിടെ അരമണിക്കൂറാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അരമണിക്കൂർ വെച്ചിരിക്കാം. എന്നിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാറുണ്ടാക്കാം. അതുകൊണ്ട് ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരിക്കുന്നത് ചെറുതായിട്ട് ഇതൊന്ന് ഉപ്പും കായമൊക്കെ ഒന്ന് അലിഞ്ഞ് ഒരു ചെറിയ ഒരു വെള്ളമൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. ഞാനിവിടെ സ്റ്റീൽ പാനാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മീഡിയം തീ മതിയാകും. പാൻ ചൂടായിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിൽ എടുക്കാം. അച്ചാറിനൊക്കെ സാധാരണ നല്ലെണ്ണയാണ് എടുക്കുന്നത്. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഞാൻ എല്ലാ അച്ചാറിനും വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അതിൻ്റെ ഫ്ലേവറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. കടു പൊട്ടിക്കഴിഞ്ഞിട്ട് സാധാരണ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെയാണ് ഇടുന്നത്. ഞാൻ പക്ഷേ ഇതിലോട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഈ സമയം നമുക്ക് തീ നല്ലതുപോലെ ഓഫാക്കുകയോ പിന്നെ ചെറിയതായിട്ട് വെച്ച് കൊടുക്കുകയോ ചെയ്യാം. ഞാൻ പിന്നെ ചെറിയതായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 2 വലിയ ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലോട്ട് ഇട്ടിരിക്കുന്നത്. അതിനെ ഒന്ന് ചെറുതായിട്ട് കരിയാൻ പാടില്ല. ഒന്ന് ചെറിയ മൂപ്പ ആയിട്ട് 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ പിന്നെ 1 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ട് നല്ലതുപോലെ തിളക്കട്ടെ. ഇതിനാവശ്യമായ ഉപ്പ് കുറച്ച് നമ്മൾ ജാമ്പക്കയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിനാവശ്യമായ കുറച്ച് ഉപ്പ് ഇതിലോട്ട് ചേർക്കുക. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി, പെരുംജീരകം അതൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. നല്ലതുപോലെ തിളക്കട്ടെ. ഇത് നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മുടെ ജാമ്പക്കയും മുളകും കൂടെ ഉള്ളത് അതിലുള്ള വെള്ളം ഉൾപ്പെടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അരമണിക്കൂർ വെച്ചപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഈ സമയം കുറച്ച് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക്, കറിവേപ്പില. ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഓഫാക്കാം. നമ്മുടെ അച്ചാർ അങ്ങനെ തണുത്തിട്ടുണ്ട്. അതാണ്ട് എണ്ണയൊക്കെ ഇറങ്ങി നല്ല കുറുകി നല്ല ടേസ്റ്റാണ്. നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലോട്ട്
നമ്മുടെ ജാമ്പയ്ക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ്.